Ta-da! Ice cream box chicken. Wow. ഹലോ, അസ്സലാമലൈക്കും. ഇന്നൊരു ഫുൾ ഡേ വ്ളോഗാണ്. എന്താ പറയുക, ഇന്ന് രാവിലെ എണീച്ചിട്ടുള്ള എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങൾ, പിന്നെ ലഞ്ച് ഉണ്ടാക്കിയോ അതോ ലഞ്ചിന് പകരം എന്തുണ്ടാക്കി, അപ്പോൾ അങ്ങനെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഞാനിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ വിചാരിച്ച് കുറച്ച് കടലക്കറി ഉണ്ടാക്കാം. അങ്ങനെ തലേന്ന് ഞാൻ കടലെല്ലാം സോക്ക് ചെയ്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു ഗ്രൈൻഡറിൽ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും 2-3 പച്ചമുളകും ഒരു പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, ഫെന്നൽ സീഡ്, അതൊന്ന് ക്രഷ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇത് നല്ല അടിപൊളി കടലക്കറിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പൂരിക്കെല്ലാം നല്ല ബെസ്റ്റാണിത്. പിന്നെ ഇത് 2 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം പാന് വെച്ച് ചൂടായി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള ആ ഇഞ്ചി വെളുത്തുള്ളി ഇതുണ്ടല്ലോ, അതിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതൊന്ന് എന്താ പറയുക, വാടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ. ഇതുവരെ ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ എണ്ണ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനിയിപ്പോൾ ഇതിലോട്ട് നല്ല പഴുത്ത ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ആ തക്കാളിക്ക് വേണ്ട ഉപ്പും ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. ആ തക്കാളി കുക്കാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല അതിലിട്ട് കൊടുക്കുക. പിന്നെ അതിൽ നിന്ന് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കടല എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് ഇതിൽ ഒഴിക്കുന്നുണ്ട്. ഒരു ചെറിയ ഗ്രൈൻഡറിലിട്ട് അരക്കുക. എന്നിട്ട് ഇതിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കറിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവും, നല്ല കട്ടിയും നല്ലൊരു മുഴുത്ത കറിയായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ചെയ്താൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് ഈ സമയത്ത് ഉപ്പെല്ലാം ഉണ്ടോയെന്ന് നോക്കുക. അപ്പോൾ നല്ല കട്ടിയുള്ള നല്ല അടിപൊളി നല്ല കടലക്കറി. ഇത് പുട്ടിനും ചപ്പാത്തിക്കും അപ്പത്തിനും പൂരിക്കും എല്ലാത്തിനും നല്ല മാച്ചായത്. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ചൊന്ന് കാച്ചി ഒഴിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഫുള്ള് തീ ഇങ്ങനെ പാളി ഇവിടെ പിന്നെ അലാറം അടിയാൻ തുടങ്ങും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ സംഭവിക്കലുണ്ട്. അതുകൊണ്ട് ഓഫാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് ഞാൻ വീണ്ടും തീ ഓൺ ചെയ്ത് ഒന്ന് വഴറ്റി കൊടുത്തു. എന്നിട്ട് ഇതെടുത്ത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു പച്ചമുളക് ജസ്റ്റ് അതിലൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറെല്ലാം അതിൽ കിടന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അപ്പം തന്നെ ഇത് അടച്ചു വെക്കാം. അങ്ങനെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് പൂരിയാണ്. അപ്പോൾ പൂരി ഇങ്ങനെ പരത്തി പൊരിച്ച്, അങ്ങനെ പൂരിയും കടലയായിരുന്നു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകലും കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ലേറ്റായി. അപ്പോൾ ലേറ്റായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് പിന്നെ ഇനി ലഞ്ചിനൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുകയൊന്നുമില്ല. ചോറൊന്നും വെച്ചിട്ടില്ല. പിന്നെ വീക്കെൻഡ് അല്ലേ, രാത്രി പിന്നെ പുറത്തായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ലഞ്ചിന് ഇപ്പോൾ എന്താ ഉണ്ടാക്കുക. അപ്പോൾ വൈകിട്ടായി ഏകദേശം.
അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഒരു ചിക്കൻ തന്തൂരി സാൻഡ്വിച്ച് ആക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പം അതും നല്ലൊരു എന്താ പറയുക അടിപൊളി സാൻഡ്വിച്ചാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് ചെടിയെല്ലാം ഒന്ന് നനച്ച് പിന്നെ സാൻഡ്വിച്ചിൻ്റെ പണി തുടങ്ങി. അങ്ങനെ ഇതിപ്പോൾ വൈകിട്ടാവാനായി. അങ്ങനെ ഇതാ തന്തൂരി ചിക്കൻ സാൻഡ്വിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ബാക്കിയുണ്ടേനും അതെടുത്ത് ബോൺലെസ് ചിക്കന് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഉപ്പും കുറച്ച് മുളക് പൊടിയും പിന്നെ തന്തൂരി മസാല ഉണ്ടല്ലോ അതും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ തന്തൂരി മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഹാഫ് ലെമൺ, പിന്നെ ലാസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എന്തായാലും ഒരു 30 മിനിറ്റ്സ് എങ്കിലും മിനിമം റെസ്റ്റ് ടൈം വെക്കണം. പക്ഷേ എനിക്കിവിടെ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ അത് ഫ്രൈ ആക്കാൻ വേണ്ടി എടുത്ത്. അങ്ങനെ ചിക്കൻ ഇതാ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് അടച്ചു വെക്കാം. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇതാ ഓൾമോസ്റ്റ് ചിക്കനെല്ലാം ഒന്ന് കുക്കായിട്ടുണ്ട്. വലിയ പീസൊക്കെ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചിക്കൻ ഫ്രൈ ആയി കിട്ടി. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിൻ്റെ ഇതാ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഒന്ന് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കളയുമ്പോൾ കുറച്ചുകൂടി എനിക്ക് എന്താ പറയുക നന്നായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ സൈഡെല്ലാം ഭയങ്കര ഹാർഡായിട്ട് വരും. എന്നിട്ട് അതിൽ പിന്നെ മയണൈസും കെച്ചപ്പെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത്, പിന്നെ ഇതെല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ, നിങ്ങൾ ഫില്ലിങ് എങ്ങനെയാണോ ഉള്ളിൽ എന്തെല്ലാം വെക്കണം അതെല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ കെച്ചപ്പും മയണൈസും പിന്നെ ഫില്ലിങ്ങും പിന്നെ ഒരു ടൊമാറ്റോ വെക്കുന്നത്, പിന്നെ കുക്കുംബർ ലെറ്റ്യൂസ് അതെല്ലാം ഉണ്ടെങ്കിൽ വെക്കാം. അതൊന്നും പിന്നെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും വെച്ചിട്ടില്ല. അപ്പം ഞാനിത് ഇതിലാണ് ബ്രെഡൊന്ന് ടോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ സാധനം പിന്നെ ഉപയോഗിച്ചിട്ടേ ഇല്ല, കുറേ നാളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്തായാലും ഇതിലാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, ആ ഒരു ഷേപ്പും എല്ലാം. അപ്പം മേലെയും താഴെയും ഞാനിത് കുറച്ച് മിൽമ ഗീ ഉണ്ടല്ലോ, എനിക്ക് ബട്ടറിനേക്കാളും എനിക്ക് പേഴ്സണലി ഗീൻ്റെ ഒരു ടേസ്റ്റാണ് ഇഷ്ടം. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും നമ്മളിങ്ങനെ എന്താ പറയുക തിരിച്ചും വെക്കുമല്ലോ, അപ്പോൾ 2 സൈഡും നെയ്യ് വേണം അതിന് വേണ്ടിയിട്ട്. 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും എല്ലാം ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നിൽ ഇതിൽ ചീസ് വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചാൽ മതി. അങ്ങനെ നമ്മളെ തന്തൂരി ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ എന്താ പറയുക, ഞാനിപ്പോൾ ഇന്ന് ചായ എടുത്തിട്ടില്ല, കുറച്ച് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അത് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയായി. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു സാൻഡ്വിച്ചും റെഡിയാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര ഈസിയാണ്. പിന്നെ ഫില്ലിങ്ങും കാര്യങ്ങളെല്ലാം എന്താ പറയുക നിങ്ങളുടെ ഇഷ്ടത്തിന്, എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ വെക്കുന്നതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താം. എന്ത് വേണമെങ്കിലും വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ ഉള്ളിൽ എന്ത് വെച്ചിട്ടുണ്ടാക്കാം. അങ്ങനെ വൈകിട്ടായപ്പോൾ എൻ്റെ അനിയൻ വരുന്നെന്ന് പറഞ്ഞ്, അപ്പോൾ ഓൻ പറഞ്ഞ് എനിക്ക് ചായ മതി. അങ്ങനെ ഓനക്കും ചായയും സാൻഡ്വിച്ചെല്ലാം റെഡിയാക്കി. അപ്പോൾ ഓനൊരു ചായ എടുത്തപ്പോൾ എന്തായാലും ഞാനും ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ ചായയെല്ലാം എടുത്ത് സാൻഡ്വിച്ചെല്ലാം തിന്ന്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.